എടി നിഗി എന്തോരം താരനാടി നിന്റെ തലയില്. ആടി ഞാനിപ്പോ ഇല്ലേ 2 ദിവസമായി തലയിൽ വെളിച്ചെണ്ണ ഇടാത്തത്. താര എടി നിഗി, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. എടി എന്താന്ന്? നിനക്ക് ദേഷ്യം പിടിക്കോ? ഇല്ല, നീ പറ. അതില്ലേടി, നീ എന്തിനാടി സനിതന്റെ വീഡിയോയിൽ ഇങ്ങനെ അഭിനയിക്കാൻ നിൽക്കുന്നത്? ഞാൻ സനിതന്റെ വീഡിയോയിലും തീർന്ന്. സനിതന്റെ വീഡിയോയിൽ നീ അഭിനയിക്കുമ്പോൾ എല്ലാം നെഗറ്റീവാണല്ലോ ആൾക്കാർ പറയുന്നത്. എന്തോരം ആൾക്കാരാണ് നിന്നെ നെഗറ്റീവ് പറയുന്നത്. ആൾക്കാരങ്ങനെ പലതും പറയും. എന്നാലും എടി നിനക്കെന്താവൂലേ ഒരു മറ്റുള്ളവരും കാണുന്ന വീഡിയോകളല്ലേ ഇപ്പൊ? അതിന് ആൾക്കാർ പറയുന്നതിന് എനിക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക? സന്ദേശ് വരുമ്പോ വീഡിയോ എടുക്കുമ്പോ പിന്നെ ഞാൻ അവിടെ ഒളിച്ചു പോയി നിൽക്കണം. എന്നാലും ആൾക്കാർ പറയുമ്പോൾ നിനക്ക് ഒരു നാളും ഞാനതിന്റെ കമന്റ് ഒന്നും നോക്കാം. എന്തോരം രമ്യാന്ന് പറഞ്ഞ പെണ്ണെന്ന് വെറും നെഗറ്റീവാണ്. നിങ്ങളെ വീഡിയോയിലും കയറി ഉണ്ടാവുള്ളൂ നെഗറ്റീവ് പറയുന്നു. പറയട്ടെ, പറയണ്ട, അവരങ്ങനെ പറയും. നമ്മള് മൈൻഡ് ആക്കാണ്ടിരുന്നാ മതി. അല്ല, നിനക്ക് ഫോൺ എടുക്കാൻ പോകുമ്പോ സന്ധ്യക്ക് ഫോൺ എടുക്കാൻ പോകുന്നതിന് നിനക്ക് കുശുമ്പ് എന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ സന്ദേശ് ഫോൺ എടുക്കുന്നതിന് ഞാനെന്തിനാ ഈ കുശുമ്പ് കുത്തേണ്ട കാര്യം? പിന്നെ ആൾക്കാർ അങ്ങനെയല്ലേ പറയും. നമ്മൾ അതെല്ലാം മൈൻഡ് ആക്കാൻ നിന്നായില്ലേ, നമുക്ക് അതിനേ നേരം. ഞാൻ നിന്നോട് പറയണം. എന്താടി രണ്ടും കൂടി ഇരുന്ന് ഇങ്ങനെ കുശുഷിക്കുന്നു? ഏയ് ഒന്നുമില്ല. ഈ മൈക്ക് ഓണാവുന്നില്ലടി. ഓണാവുന്നില്ലേ? ഇത് വാറണ്ടി കൊടുക്കേണ്ടി വരുമെന്ന് ചോപ്പ് എത്തിക്കുന്നു. അതെയാ? മാന്തിക്കുന്നു. വിപിനേച്ച് തലയിൽ നോക്കിട്ട് താരനുണ്ട് തലയില്. വിപിനുടെ മുഖത്തൊരു മ്ലാനത ഇല്ല സജീഷ്, ഒന്നുമില്ല. എന്താടി എന്താണ്ടല്ലോ സംഭവം? ഒന്നുമില്ലാന്ന് അത് വിപിനേച്ചി എന്നോട് പറയുന്നേ, നീ എന്തിനാ സനിതാന്റെ വീഡിയോയില് നിക്കുന്നത്? സനിതാന്റെ വീഡിയോയില് നിന്നെ മൊത്തം നെഗറ്റീവാന്നല്ല പറയുന്നത്. അതാണ് സജീഷ്. അപ്പൊ ഞാനും പറഞ്ഞേ, കാണുമ്പോ നമുക്ക് സങ്കടം വരുന്നു. ഒരുപാട് നെഗറ്റീവ് വരുന്നത്. കാരണം നമുക്ക് സനിതേനെ നിൽക്കുന്ന എല്ലാരും നമുക്ക് അറിയുന്നവരാണ്. നമ്മൾ ആ ഒരു ഇതിലാണ് നമ്മളിപ്പോ ഞാനാണെങ്കിൽ സനിതന്റെ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്, നിഗീന്റെ വീഡിയോയിൽ എല്ലാം നമ്മൾ ചെയ്യുന്നത് ആ ഒരു സന്തോഷത്തോടെ നമ്മൾ ചെയ്യുന്നതാണ്. അത് നമുക്ക് കുശുമ്പ് കുഞ്ഞായ്മ എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം. നിഗിക്ക് ഇങ്ങനെ കുശുമ്പ് എന്ന് പറഞ്ഞാൽ പറയുമ്പോല്ലേ, സത്യത്തിൽ നിഗീനെ പോലത്തെ ഒരാൾ ഞാൻ പൊക്കി പറയുന്നല്ലേ. അപ്പൊ ഞാൻ എന്റെ അനിയത്തിയെ ഞാൻ പൊക്കി പറയുന്നതാണ്. ഞാൻ എന്റെ ആ ഒരു ഞാൻ നല്ലോണം കണ്ടറിഞ്ഞ ഒരു വ്യക്തിയാണ് നിഗി. കാരണം എനിക്കൊരു കൂട്ടുകാരി എന്ന് പറയുമ്പോൾ എനിക്ക് പുറത്തുള്ള കൂട്ടുകാർ ഒരുപാട് ഉണ്ടെങ്കിലും ഞാൻ എല്ലാ കാര്യവും എൻ്റെ ലൈഫിൽ എന്ത് കാര്യവും ഞാൻ തുറന്നു പറയുന്ന ഒരു വ്യക്തി നിൽക്കുക. കാരണം അതിന് ഏറ്റവും നല്ല കാര്യത്തിന് നമുക്ക് അതിന് നല്ലൊരു ഇത് പറഞ്ഞു തരും. ഒരു കുശുമ്പോ കുഞ്ഞായ്മയോ ഇപ്പൊ ആരും ഇതിലൊന്നും വെക്കില്ല. എൻ്റെ ജീവിത ലൈഫും സന്തോഷത്തോടെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരാളുടെ നിക്ക് മാത്രമേ എനിക്ക്. അതുകൊണ്ട് എനിക്കിപ്പോ നിഗിനെ കുറിച്ച് കുറ്റം പറയുമ്പോ ഇതാക്കുമ്പോ അത് എന്റെ ഒരു കൂടപ്പുറപ്പിനോടുള്ള ഒരു ഇഷ്ടമായിരിക്കും. അങ്ങനെ ആയിരിക്കും ഇപ്പൊ ജനങ്ങൾ പറയുക. എന്നാലും സജീഷ് ഷോപ്പെ എനക്ക് നിഗിനെ കുറിച്ച് കേൾക്കുമ്പോഴേ ഒരുപാട് കമന്റ് ഇല്ലേ, എനിക്ക് കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. സജീഷ് ഒരാൾ ചോദിക്കുന്നു സജീഷ് ഷോപ്പിന്റെ സെലക്ഷൻ തെറ്റിപ്പോയോന്ന്. അതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് എന്തോരം കഷ്ടം. എന്താണ് സജീഷ് ഷോപ്പൊക്കെ സെലക്ഷൻ തെറ്റാൻ വേണ്ടിയിട്ട് സജീഷ് ഷോപ്പൊക്കെ എന്താ സൂര്യ ജ്യോതികനെ തരാന്ന് പറഞ്ഞിട്ടുണ്ടാ? അല്ല, ഞാൻ ചോദിക്കുന്നത് സൂര്യ അല്ലെങ്കിൽ ജ്യോതികനെ എടുത്തോ സജീഷ് എന്ന് പറഞ്ഞ് തരാൻ നിൽക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് 2-3 ദിവസമായി പറയുന്നത്. വിപിനെ 2 ദിവസമായി പറയുന്നേ. പിന്നെ ഞാനും അങ്ങനെ ഇപ്പൊ കുറച്ച് വീഡിയോസുകളിൽ ഞാൻ ഇപ്പൊ കമന്റ് സത്യം പറഞ്ഞാൽ നോക്കാറില്ല. സന്ധ്യയുടെ വീഡിയോയിൽ മാത്രല്ല നമ്മുടെ വീഡിയോയിലാണെങ്കിലും ഇങ്ങനെയുള്ള കമന്റ്സ് കേൾക്കാറുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. നീ അതവിടെ വെക്ക്, സ്റ്റാൻഡ് വെക്കിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്തായാലും കുറച്ച് കാര്യങ്ങള് വിപിനെ പറഞ്ഞ ഈ വിഷയത്തെ പറ്റി പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി അല്ലേ? അതെ, കുറെ കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ തന്നെ വലിയ ലെങ്ത് ആയി പോകും. എന്നാലും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പൊ ഇങ്ങനെയുള്ള ഈ കമന്റ്സുകളൊക്കെ ഇല്ലേ, ഇതൊക്കെ വരുമ്പോ നിഗിനെ അറിയുന്നവർക്ക് അല്ലെങ്കിൽ നിഗിനെ ഇഷ്ടപ്പെടുന്നവർക്കുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും വിഷമാവും. വിപിനക്ക് ഫീൽ ആയ പോലെ തന്നെ നിഗിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം അതൊരു വിഷമാവും. കാരണം എന്തുകൊണ്ടാണ് വെച്ചാൽ നിഗി അങ്ങനെയാണോ എന്ന് ചിന്തിച്ചു എല്ലാവരും. അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ വിഷമാവും. നിഗി അങ്ങനെയല്ലല്ലോ, ഞങ്ങൾ അറിയുന്ന നിഗി അങ്ങനെയല്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമം വരും. കാരണം ഇവളെ അടുത്തറിയുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇവളെ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷമാകാൻ പോകുന്നു. അതിനു മുമ്പ് 5 വർഷമായിട്ട് ഇവളെ എനിക്കറിയാം. ഇവളോടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിച്ചൊരു കാര്യം പറഞ്ഞാല്, മൂന്നാമതൊരാള് അറിയരുന്നൊരു കാര്യം പറഞ്ഞ ഇവളത് എന്താ പറയാ, ചത്താലും പറയില്ല. അതുപോലെയാണ്, അവളങ്ങനെ പറയൂല. അത് ഇവളറിയുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ അതുപോലെ തന്നെയാണ് നമുക്ക് എന്തും വിശ്വസിച്ച് പറയാനും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും നിഗിനെ ഇരുത്തിക്കൊണ്ട് പൊക്കി പറയുന്നതല്ല, അങ്ങനെയല്ല. പക്ഷെ അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റും. അവൾ അറിയുന്നത് നമുക്കറിയാതെ. ഇപ്പൊ നമ്മുടെ വീട്ടില് സന്ധ്യ വീഡിയോസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോ തൊട്ട് ഇങ്ങനെയുള്ള കമന്റ്സിൽ വരാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാമിലിനെ നല്ലോണം അറിയാത്ത ആൾക്കാരാണ് അങ്ങനെ കമന്റ് ഇടുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളിങ്ങനെ ഒരു കമന്റുകൾ ഇടുന്ന ആൾക്കാരുടെ ഉദ്ദേശം എന്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? ശരിക്കും പറഞ്ഞാൽ തീയില്ലാതെ പുകയുണ്ടാവൂലെന്ന് അറിയില്ലേ? ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ തീന്റെ തരികൾ ഇങ്ങനെ കൊളത്തിയിടുക അല്ലെ? നാളെ അതൊരു വലിയൊരു തീയായിട്ട്
പടരാൻ വേണ്ടിട്ട് ചെയ്യുന്ന പോലെയാണ്, മനഃപൂർവ്വം ചെയ്യുന്ന പോലെയാണ് ഒരു കാട്ടുതീയാക്കാൻ കുറച്ച് ആൾക്കാര് പെരുമാറുന്നത്. അങ്ങനെയാണ്. കാരണം അതാണല്ലോ ഇപ്പൊ എന്തിനു പറയുന്നു, ഇപ്പൊ സന്ത കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫോൺ വാങ്ങിയ സമയത്ത് സന്ത കുറേ ആയി, സന്ത വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മള് സന്തിനോട് നീ വീഡിയോ എന്തെങ്കിലും ചെയ്യടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവളെ കൊണ്ട് വീഡിയോ ഒക്കെ ചെയ്യിച്ച് അവൾ സ്റ്റാർട്ട് ആവുന്ന സമയത്ത് ഒരു ഫോൺ അവൾക്ക് വാങ്ങിയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ അതിനു മുമ്പേ സന്റയ്ക്കൊരു പഴയ ഫോൺ നമ്മളല്ലേ അന്ന് എന്തോ വെഡിങ് ആനിവേഴ്സറിക്കാ മറ്റോ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോൺ കൊടുത്ത് പിന്നെ അവള് പൈസയും കൂട്ടി ാണ് ഈ ഒരു ഫോൺ വാങ്ങുന്നത്. അത് സെക്കൻഡ് ഹാൻഡ് ഫോണായിരുന്നു, എന്റെ ഫ്രണ്ടിന്റെ കടയിൽ നിന്ന് വാങ്ങിയത്. പക്ഷെ അത്യാവശ്യം ഒരു ഫോണായിരുന്നു. അപ്പൊ ആ ഫോൺ ഇവള് വാങ്ങിയ സമയത്ത് വീഡിയോ ഒക്കെ എടുത്തു കൊടുക്കുന്ന സമയത്ത് ഇവളാണ് ഏറ്റവും കൂടുതൽ അവളെ ഫോഴ്സ് ചെയ്യുക, സന്റേച്ചി ഒരു പുതിയ ഫോൺ വാങ്ങ്, അല്ലെങ്കിൽ ഒരു ഐഫോൺ തന്നെയാണ് ഇവള് വാങ്ങാൻ വേണ്ടി പറയാ. പുതിയ ഫോൺ വാങ്ങുന്നത് എപ്പോഴും വീഡിയോ ക്ലാരിറ്റി കൂട്ടണം എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയല്. അത് സന്റയ്ക്കും അറിയാം, എല്ലാവർക്കും അറിയാം പുതിയ ഫോൺ വാങ്ങാൻ വേണ്ടി പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്റ പുതിയ ഫോൺ മേടിക്കാൻ ഇത്ര പെട്ടെന്ന് മേടിക്കാൻ തന്നെ കാരണം ഇവളുടെ ഈ ഫോഴ്സ് ആണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെയും ഫോൺ വാങ്ങാൻ വേണ്ടി പോയപ്പോ അതിനകത്ത് വന്ന കമന്റ് ആണ്, ഞാനിവിടെ കൊടുക്കാട്ട കമന്റ് ജസ്റ്റ്. നാത്തൂൻ സന്റ ഫോൺ വാങ്ങുന്നതിന് എന്തിനാണ് നാത്തൂൻ ഇത്ര വിഷമിക്കുന്നത്, നികിക്ക് ഭയങ്കര വിഷമോല എന്നൊക്കെ പറഞ്ഞു. കുശുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ അങ്ങനെ നമ്മള് കുശുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ഇങ്ങനെ ഇടുന്നവരുടെ ഉദ്ദേശം എന്തായിരിക്കും എന്ന്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളന്ന് ഐഫോൺ വാങ്ങാൻ വേണ്ടി കുറെ ഫോഴ്സ് ചെയ്ത്, സന്റനെ കുറെ ഫോഴ്സ് ആയിട്ട് പറയത്. പിന്നെ അന്ന് ഇവള് കുറച്ച് മൂഡ് ഓഫാ. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവളും തമ്മിൽ തല്ല് പിടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ തല്ല് പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തല്ല് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവള് കുറെ നേരത്തേക്ക് ആ ഒരു സൈലന്റ് ആയിരിക്കും. അങ്ങനെയാണ് ഇവളുടെ സ്വഭാവം, അങ്ങനെയാണത്. അതിന്റെ ഇതെന്തും കഴിഞ്ഞ് സൈലന്റ് ആയോ ഇല്ലേന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കുറച്ച് ആൾക്കാരുടെ കമന്റ്സ് ഇങ്ങനെയായിരുന്നു. അതുപോലെ എന്തെങ്കിലും സന്ത ഒരു വ്ളോഗ് എടുത്താൽ സന്ത ചിലപ്പോൾ വീട്ടിൽ വരുമ്പോൾ സന്ത വീട്ടിൽ വരുന്നത് തന്നെ ഇവളാണ് ഏറ്റവും കൂടുതൽ വിളിച്ച് കൂവുക അവളെ. അതായത് ഒരാഴ്ച എങ്ങനെ വീട്ടിലോട്ട് വന്നില്ലെങ്കിൽ ഇവളപ്പം വിളിക്കാൻ തുടങ്ങും. സന്ധ്യച്ച് എന്താന്ന് വീട്ടിലോട്ട് വരാത്ത വാസന്റേച്ചി പറഞ്ഞ് വിളിയോട് വിളിക്കുക. സന്റക്കും അറിയാം, സബിയനും അറിയാം. സന്ത വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ സന്ത പറയും നീ സബിയോപ്പനോട് ചോദിക്കുന്ന പറഞ്ഞാൽ ഇവള് സബിയനെ വിളിച്ച് സബിയോപ്പ സബിയോപ്പ എന്നെല്ലാം പറഞ്ഞ് നമുക്ക് വൈകുന്നേരം എന്തെങ്കിലും ഫുഡ് ആക്കാം എന്നെല്ലാം പറഞ്ഞിട്ട് വിളിച്ച് വിളികൂട്ടൽ ഇവളാണ്. അത് ഞാനോ എന്റെ അച്ഛനോ അമ്മയോ അല്ല വിളിക്കാറ്, അത്രത്തോളം ഇവളെ വിളിക്കുക. അതെല്ലാവർക്കും അറിയാം. ഇവള് ശരിക്കും പറഞ്ഞ ഞങ്ങള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 കുടുംബം ഒറ്റൊരു കുടുംബമായിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ 3 കുടുംബം എന്ന് ഉദ്ദേശിച്ചത് ഇപ്പൊ ഇവള്, അതായത് അച്ഛനമ്മ, ഇവളുടെ നികിയുടെ അച്ഛനമ്മ വിപിന, ഇവർ ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഇവര് ഈ ഒരു കുടുംബം, ഞങ്ങളുടെ ഒരു കുടുംബം, പിന്നെ അപ്പുറം സന്ത സബിളി നന്ദൂട്ട് അവരങ്ങനെ. പക്ഷെ ഞങ്ങൾ ഈ 3 കുടുംബമാണെങ്കിൽ ഞങ്ങൾ ഒറ്റൊരു കുടുംബം അല്ലെങ്കിൽ ഒരു ഇതായിട്ട് ഞങ്ങള്, നിങ്ങൾക്ക് അറിയാലോ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പൊ തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അറിയുന്ന എന്തോരം വീഡിയോസുകൾ ചെയ്യുന്ന ആൾക്കാർ തന്നെയുണ്ട്. നമ്മളിപ്പോൾ ഞങ്ങൾ പേരെടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ വ്ളോഗേഴ്സിൽ തന്നെ ആദ്യം നല്ല രീതിയിൽ പോയിട്ട് പിന്നീട് ഒരു നല്ല ഇതൊക്കെ ആകുമ്പോൾ വീട്ടുകാരൊക്കെ ആയിട്ട് തല്ലുപിടിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ വീഡിയോസിൽ തന്നെ അറിയുന്നുണ്ട്. പക്ഷേങ്കിൽ അന്ന് ഞങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ആൾക്കാർ പറയായിരുന്നു കാണാം കുറച്ച് കഴിയുമ്പോൾ കാണാം ഇതൊക്കെ അഭിനയമല്ലേ എന്ന്. പക്ഷെ ഞങ്ങൾക്ക് യാതൊരു അഭിനയം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ദൈവസഹായിച്ച് ഇന്നും അതുപോലെ തന്നെ പിടിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് ആരുടെ മുമ്പിൽ അഭിനയിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ക്യാമറയുടെ മുമ്പിൽ സ്കിറ്റുകൾക്കല്ലാതെ വ്ളോഗിൽ ഞങ്ങൾ അഭിനയിക്കാറില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ എങ്ങനെയാണോ വീട്ടിൽ നിൽക്കുന്നത് അപ്പോഴായിരിക്കും ഒരു വീഡിയോ എടുത്തു തുടങ്ങുക. അല്ലെങ്കിൽ വ്ളോഗിനായിട്ട് തയ്യാറെടുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. സൺഡേ ആണെങ്കിലും ചിലപ്പോൾ ഞങ്ങൾ അവിടെ പോകുമ്പോൾ വീഡിയോ എടുക്കും, സൺഡേ ഇവിടെ വരുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കും. ഞങ്ങൾ ഒരുമിച്ചാണ് അധികം യാത്രകൾ തന്നെ ഉണ്ടാവുക. കൂടുതലും ഞങ്ങൾ മാത്രം പോകേണ്ട യാത്രകളായിരിക്കും. ഞാനും നികിയും ചിലപ്പോൾ മക്കളും മാത്രം പോകേണ്ടതാണെങ്കിലും ഞാൻ വിളിക്കും, സൺഡേടി നമുക്ക് പോയാലോ, അപ്പം അവർ വരും, പോവും. ഇങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫ് പോകുന്നത്. അതിന് ഇവളാണ് കൂടുതലും അവരെ നിർബന്ധിച്ച് വിളിക്കുക. ശരിക്കും പറഞ്ഞാലല്ലോ ഞാൻ ഒരു കാര്യം പറയട്ടെ, കുടുംബത്തിൽ വന്നു കയറുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് വിചാരിച്ചാൽ ഒരു വീട്ടിലെ എല്ലാ സന്തോഷവും നശിപ്പിക്കാൻ പറ്റും. ആ പെണ്ണ് വിചാരിച്ചാൽ വേണമെങ്കിൽ ആ ചെക്കനെ ആ വീട്ടുകാരിൽ തെറ്റിക്കാൻ പറ്റും. ആ പെണ്ണ് വിചാരിച്ചാൽ വേണമെങ്കിൽ ആങ്ങളെയും പെങ്ങളെയും തെറ്റിക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. പല കുടുംബങ്ങളിലും പല കാര്യങ്ങളിലായിട്ട് നമ്മൾ കാണുന്നതാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പൊ 12 വർഷമായി നികി വന്ന് കയറിയിട്ട് ഇവള് ഞങ്ങളെല്ലാവരും ചേർത്ത് നിർത്താനാണ് ശ്രമിക്കുക. അല്ലാണ്ട് ഇന്ന് വരെ ഒരു വാക്ക് കൊണ്ട് പോലും അവളെ ആരെയും അകറ്റി നിർത്താൻ വേണ്ടി എന്നോട് പറഞ്ഞിട്ടില്ല ഈ കണ്ട കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാ, അതിപ്പോൾ വിപിനക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരാളാ നമ്മൾ ഇതുപോലുള്ള നെഗറ്റീവ്സ് കമന്റുകളൊക്കെ ഇടുന്ന സമയത്ത് മാനസികമായിട്ട് നമുക്കൊരു വിഷമം വരും. നമുക്കൊരിക്കലും ഉണ്ടല്ലോ, ഞാൻ കണ്ടിടത്തോളം കുടുംബമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, അല്ലെങ്കിൽ കുടുംബം
ചിന്നി ചിതറണം, തല്ല് പിടിക്കണം, അത് കാണണം എന്ന് താല്പര്യമുള്ളവരാണ് ഇങ്ങനെയുള്ള കമന്റ് ഇടുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിക്കും പറഞ്ഞാൽ. അതായത് ഇവളും സന്ധ്യയും തമ്മിൽ തല്ല് പിടിക്കുക, ഈ ഒരു പ്രശ്നമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് അടിപിടി ആവട്ടെ, കുടുംബം അച്ഛനും അമ്മയും വേറെ ആവട്ടെ, ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് ഇങ്ങനെയുള്ള കമന്റ് ഇടുന്നത്. അതും ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ എഴുത്തിന്റെ ഇതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, അനിയത്തിക്ക് ചേച്ചി നന്നാകുന്നതിന് കുശുമ്പോ. ഞാൻ കണ്ടെടുത്തോളം ഞാൻ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ എനിക്ക് ഞാൻ അടുത്ത ജന്മത്തിനും കിട്ടണമെങ്കിൽ ഇതുപോലത്തെ ഒരു കൂടപ്പുറപ്പിനെ കിട്ടണം നമ്മള് ഒരാളെ പൊക്കി പറയുന്നതല്ല, പൊക്കി പറയാൻ മാത്രമുള്ള നമുക്ക് എന്താ അതൊന്നുമല്ല. പക്ഷെ അത് എനിക്ക് ഉണ്ടെന്ന് തോന്നൂല. പക്ഷെ എനക്ക് ഞാനതാ എനക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചേച്ചിമാരോടെല്ലാം പറഞ്ഞിട്ടുണ്ട് എനിക്ക് അടുത്ത ജന്മം മറ്റേ കമന്റ് എടുത്ത് ഇപ്പൊ കാണിച്ചു കുറച്ച് കമന്റ്സ് ഞാൻ കാണിച്ചു. അതും കൂടി ഒന്ന് പറഞ്ഞോട്ടെ നിങ്ങളോട്. എന്നിട്ട് വീഡിയോ ലെങ്ത് ആയി പോകുന്നത് എല്ലാവരും ക്ഷമിക്കുക. കാരണം എനിക്ക് പറയണമെന്ന് തോന്നിയോണ്ടാണ് അതൊന്ന് കാണിച്ചത്. ഇപ്പൊ ഒരു സ്ഥിരമായിട്ട് നമ്മളെ ഞാനിവിടെ കൊടുത്തേക്കാം, സ്ഥിരമായിട്ട് നമ്മളെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളല്ല കേട്ടാ നിഗിന പേരെടുത്ത് പറയാൻ ശരിക്കും പറഞ്ഞാൽ എവിടെ കമന്റ് കാണിച്ചു. ഇപ്പൊ ഒരു രമ്യ എന്ന് പറഞ്ഞിട്ട് ഒരു ആരാണെന്നൊന്നും നമുക്കറിയില്ല, രമ്യ എന്നുള്ള പേര് ഞാനിവിടെ കമന്റ് കൊടുത്തേക്കാം. ആ വീഡിയോ ഈ രമ്യ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ രമ്യ എന്ന് പറയുന്ന ഈ പെണ്ണിനോട് ഞാനാണ്, ചേച്ചിയാണോ അനിയത്തിയാണോ ഒന്നും നമുക്കറിയില്ല, ആരായാലും ഇനി ആണാണോ പെണ്ണാണോ എന്നൊരു അറിയില്ല, പല പേരില്ല. എന്തായാലും ഈ കമന്റ് കൂടെ കൊടുത്തേക്കാം. ഇവര് നമ്മളെ സ്ഥിരം അപ്പോഴത്തേക്കും നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ നെഗറ്റീവ്സ് കേൾക്കണം, നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷേ എങ്കിൽ അതിൽ നിന്ന് എടുത്ത് ഇവളെ മാത്രം ഉണ്ടല്ലോ ഇങ്ങനെ എന്താ പറയാ എന്ത് ബോറാണ് കാണാൻ. പല്ലും വായയും കണ്ടാൽ മതി. നിങ്ങൾക്കില്ലേ അപ്പൊ ഈ പല്ലും വായൊന്നും? ഞാൻ ചോദിക്കാണ്, ഈ രമ്യനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് പല്ലും വായയും നാക്കും മൂക്കും കണ്ണൊന്നും ഇല്ലേ? അതോ നിങ്ങൾ ഈ പല്ലും വായൊക്കെ ഭയങ്കര സൗന്ദര്യമായിട്ട് നിങ്ങളുടെ പല്ലും വായൊക്കെ അത്ര സൗന്ദര്യം വിതുമ്പി നിൽക്കണോ? മുല്ലമുട്ട് പോലത്തെ പല്ലുകൾ എന്നൊക്കെ പറയുന്ന പോലുള്ള പല്ലുകളൊക്കെയാണോ നിങ്ങളുടെ? അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരും അങ്ങനെ ഇവളൊഴിച്ച് ബാക്കിയുള്ള എല്ലാവരും സൗന്ദര്യം ഭയങ്കര വാരി വിതറിയവരാണോ? നമ്മള് എല്ലാവർക്കും സൗന്ദര്യം അല്ലെങ്കിൽ എല്ലാവർക്കും ഇതിങ്ങനെ ദൈവം ഇങ്ങനെ കൊടുക്കൂ? അങ്ങനെ എന്തൊക്കെ എഴുതിയിടുന്നേ? ഇത് ഞാൻ വേറെ ഇവര് ഒരു കമന്റിലല്ല, ഒരുപാട് കമന്റ് ഇവരുടെ ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിരുന്നു എന്തെങ്കിലും. പക്ഷെ ഒരുതരം സൈക്കോ മൈൻഡാ നിങ്ങളുടെ. രമ്യനോട് ഞാൻ പറയുന്നത് നിങ്ങൾ ശരിയായ സൈക്കോണ്. നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങൾ ഇനി ഭംഗിയുള്ളവരാണ്, നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഭംഗിയുള്ളവരാണോ? നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ അവരൊക്കെ ഭംഗിയുള്ളവരാണോ? നിങ്ങളുടെ അച്ഛനമ്മ കുടുംബക്കാരൊക്കെ ഭംഗിയുള്ളവരാണോ? നിങ്ങൾ പിന്നെ എന്തിനാ ഇവളെ ഇങ്ങനെ ആക്രമിക്കുന്നത്? നിങ്ങക്ക് കാണണ്ടെങ്കിൽ നിങ്ങൾ കാണണ്ട, അങ്ങനെ തന്നെ പറയുന്നത്. നിങ്ങൾ ബ്ലോക്ക് ചെയ്തോ. രമ്യനോട് പറയുന്നത്, അല്ലാണ്ട് ഞാൻ എല്ലാവരോടും അല്ലാണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും. നമ്മളെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും. കാരണം ഞങ്ങൾ അങ്ങനെ പറയുന്ന ഒരാളല്ല, ഒരു അഹങ്കാരം കൊണ്ട് ഒരു കാര്യം ചെയ്യുന്ന ഒരാളല്ല. നമ്മൾ പണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ പറയണെങ്കിലും നമ്മൾ ഒരു 100 പ്രാവശ്യം ആലോചിച്ച് അതിനെ കുറിച്ച് കണക്ക് കൂട്ടി ചെയ്യുകയും പറയുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങള്. എന്നിട്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള കമന്റ്സ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം വിഷമം ഉണ്ടായിട്ടായിരിക്കണമെന്ന്. ഇവരൊക്കെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ സെന്റർ അടിയിൽ വന്നിട്ട് കമന്റ് ഇടും. ഇങ്ങനെയുള്ള നാത്തൂന് ഇങ്ങനെയുള്ള സെന്റർക്ക് വിഷമമുള്ള അല്ലെങ്കിൽ അപ്പുറമുള്ള ഇപ്പുറം ഇങ്ങനെ ഓരോ കമന്റുകൾ അപ്പുറം പോയി ഇടുക, തെറ്റിക്കാൻ നോക്കുക. നിഗിയുടെ വ്ളോഗില് നിഗി ഭയങ്കര ഹാപ്പി ആണല്ലോ, സരിതയുടെ വ്ളോഗില് നിഗി എന്താ ഇങ്ങനെയെന്ന്. സെന്ററുടെ വ്ളോഗ് ഒരാളുടെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ അത് അയാളുടെ വ്ളോഗാണ്. ഇപ്പൊ ഞാൻ ഒരു വ്ളോഗ് എടുത്തോണ്ടിരിക്കുമ്പോ ആ വ്ളോഗിൽ ഞാനായിരിക്കും കൂടുതൽ ഒച്ച ഉണ്ടാക്കുക, അതിനകത്ത് ബാക്കിയുള്ളവരെ കാണിക്കും, അങ്ങനെ ആയിരിക്കും. പിന്നെ നിഗി എന്തെങ്കിലും മിണ്ടിയാൽ തന്നെ കുറെ പേരുണ്ട് നിഗി മിണ്ടാതിരിക്കും. എന്തിനു നിഗി മിണ്ടാതിരിക്കുന്ന? അവള് വ്ളോഗ് ചെയ്യുന്നതല്ല. പിന്നെ അവള് ഇങ്ങനെ ഓടിച്ചിട്ട് ഞാൻ മാത്രം ക്യാമറ എടുത്ത് ഇങ്ങനെ അടക്കാം. എന്താ ഇത്? അപ്പൊ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയണം തോന്നിയോണ്ട് പറയുന്നതാ. നമ്മൾ സ്ഥിരം കണ്ട് നമുക്ക് തോന്നൂല ഇങ്ങനെ ഇത് പറയണം എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ, അല്ലാണ്ട് ഇതായിട്ട് പറഞ്ഞതല്ല. അപ്പൊ ഇങ്ങനെയാണ് സംഭവം. സനിതേച്ചിന്റെ വീഡിയോയില് ഞാൻ കൂടുതൽ സംസാരിച്ച ഇതേ ആൾക്കാരെന്നെ പറയും സനിതേന്റെ വ്ളോഗിൽ നമ്മുടെ ഈ വ്ളോഗ് ഫോറിൽ തന്നെ ഞാൻ എന്തെങ്കിലും എടുക്കുമ്പോ ഇവള് പറഞ്ഞാ ഇങ്ങനെ പറയുന്ന ആൾക്കാർ സനിതയുടെ വ്ളോഗിൽ പോയിട്ട് ഇവള് സംസാരിച്ച എന്തായിരിക്കും പറയാ?
അപ്പൊ കുറ്റം മിണ്ടിയിട്ടില്ലെങ്കിലും അപ്പൊ ശരിക്കും പറഞ്ഞാൽ പണ്ട് ഞാൻ ഒരു കഥ വായിച്ച പോലെയാണ്. ഏതോ ഒരു നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടായല്ല ഒരു കഴുതനെയും കൊണ്ട് ഒരു അച്ഛനും മോനും പോകുമ്പോ കഴുതപ്പുറത്ത് പോണതും കഴുതപ്പുറത്ത് പോവാത്തതിലും അവസാനം ആ കഴുതനെ വല്ല പാലോടിഞ്ഞ ഒരു അലത്തുവിടുന്ന പറഞ്ഞ അവസ്ഥയാണ്. അപ്പൊ അങ്ങനെയാണ് മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും കുറ്റവും. അപ്പൊ ഇത് ഇങ്ങനെയുള്ളവരോട് ഞാൻ പറയാണ്, നിങ്ങളൊക്കെ ഒന്ന് സ്വയം ചിന്തിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തെല്ലാം പോരായ്മകളുണ്ട്, നമ്മളെല്ലാം തികഞ്ഞവരാണോ എന്നൊക്കെ നോക്കിയിട്ട് പറയാ മറ്റുള്ളവരെ. പിന്നെ സനി നന്നായി പാടി, സനിദേശിന്റെ വീഡിയോയിൽ വന്ന കമന്റ് ആണ്, സനി നന്നായി പാടി, ഫാമിലി മൊത്തം നന്നായി പാടുമല്ലോ, നികിക്ക് വെറും ഒച്ചപ്പാട്. എന്നിട്ട് അതിന്റെ താഴെയിൽ വന്ന കമന്റ്, സത്യം സജീഷിന് സെലക്ഷൻ തെറ്റിപ്പോയി, നല്ല പെണ്ണിനെ കിട്ടുമായിരുന്നു. സൂര്യനോട് ചോദിക്കണമായി തെറ്റേ ചോദ്യമൊക്കെ വേണ്ടേ, പ്രായം മൂത്ത കൂടിയതാ, തൃശ്ശയൊക്കെ പ്രായം കൂടി നമ്മളെ കാണോട്ടേ ഉണ്ട്. നീ പുതിയ ആരെങ്കിലും പറ, എനിക്ക് വല്ല ചെറുതായിട്ട് വല്ല ആരെയാ പറയണ്ടേ? ഇപ്പൊ പുതിയ നടിമാരൊക്കെയാണ് മമിത ബൈജോ അങ്ങനെ ആരെങ്കിലും ഒക്കെ മതി. അപ്പൊ നമുക്ക് അങ്ങനെ ജ്യോതിയൊക്കെ പ്രായം കൂടുതൽ. എന്തായി പറയുന്നത്? ശരിക്കും പറഞ്ഞാലേ സജീഷ് ഇതിൽ നല്ല പെണ്ണിനെ കിട്ടും. ഞാനെന്താ വല്ല മമ്മൂട്ടിയാ അല്ലെങ്കിൽ വല്ല പുതിയ മറ്റേ നമ്മുടെ ഈ ദുൽഖർ സൽമാനാ, നമുക്ക് നമുക്ക് പറ്റിയ പെണ്ണിനെ ദൈവമായിട്ട് നമുക്ക് കൊണ്ടെത്താന്ന് നമ്മളത് സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇവക്ക് എന്താ ഒരു കുറവ്, എന്താ കുഴപ്പം? അല്ലെങ്കിൽ എന്താ ഉദ്ദേശത്തില് പറയണെന്ന് ഇതിൽ നല്ല ഭയങ്കര ബാക്കി എല്ലാ കമന്റുകളും എനിക്ക് അത്ര വലിയ പറഞ്ഞോട്ടെ, ഇത് പക്ഷെ എന്റെ കണ്ണിൽ പെട്ടുപോയി കമന്റ്. അത് കണ്ടപ്പോ തൊട്ട് എനിക്ക് ഭയങ്കര ഫീലിങ്സ് ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ടോപ്പനോട് പറഞ്ഞിട്ട് ടോപ്പ് ആ കമന്റ് എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എന്റെ കൂടെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ കമന്റിനെതിരെ പറഞ്ഞിട്ട്. അത് വായിച്ചപ്പോ അത് പറഞ്ഞപ്പോ എനിക്ക് ഒരുപാട് സന്തോഷായി. ഇതിപ്പോ കല്യാണം കഴിഞ്ഞ് 12 വർഷം 5 വർഷം ഞങ്ങള് സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ 12 വർഷത്തോളായി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. അതിന്റെ ഇടയിൽ ചെറിയ ചെറിയ പിണക്കങ്ങളും സ്നേഹവും എല്ലാം കൂടി ഞങ്ങൾ ഇപ്പൊ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് 12 വർഷമായി. എങ്ങനെയെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ ജീവിതത്തില് ഞാൻ ഇവളെ കണ്ടുമുട്ടിയ കാലം തൊട്ട് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് തൊട്ട് എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഈ നിമിഷം വരെ ദൈവ സാഹചര്യത്തിൽ യാതൊരുവിധ പരാജയം ഉണ്ടായിട്ടില്ല. ദൈവമായിട്ടും ഞങ്ങളുടെ ജീവിതത്തിന്റെ ശൈലി കൊണ്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടും, അത് ഞങ്ങൾ എടുത്തു പറയണം, നിങ്ങളുടെയൊക്കെ ഈ സപ്പോർട്ട് കൊണ്ടും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും ഞങ്ങൾ ഇന്ന് മര്യാദക്ക് പോകുന്നുണ്ട്, ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ പോണേന്ന് മാത്രമുള്ള പ്രാർത്ഥനയുള്ളൂ. പക്ഷെ എനിക്ക് എൻ്റെ ലൈഫിൽ ഇതുവരെ തോന്നിയിട്ടില്ല എനിക്ക് ഇവളെക്കാട്ടും നല്ല പെണ്ണിനെ കിട്ടുമായിരുന്നെന്നോ അല്ലെങ്കിൽ കിട്ടണമെന്നോ എനിക്കിതുവരെ അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടില്ല, എനിക്കും തോന്നിയിട്ടില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് അന്നേരത്തെ നമ്മൾ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും എനിക്ക് നമ്മൾ പ്രേമിച്ച് കല്യാണം കഴിക്കാതെ നമ്മൾ തമ്മിൽ പിരിഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും അല്ലെ, അങ്ങനെ ഞങ്ങൾ ചിന്തിക്കാറ്. ഇപ്പോഴും ഞങ്ങൾ തമാശയിൽ പറയുന്ന സമയത്ത് ഹോപ്പേ അന്ന് നമ്മൾ അതുപോലെ അന്ന് പിരിഞ്ഞിരുന്നെങ്കിൽ അല്ലേ, ഞാൻ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച ആരെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഒരുമിച്ച് അനുഭവിക്കാൻ പറ്റിയല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളുടെ ജീവിതം ഓരോ ദിവസം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടില്ല. അപ്പൊ ഇവളത് കേട്ടപ്പോ ഇവക്ക് ഭയങ്കര വിഷമായി. കാര്യം ഇവള് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ എന്തുവാടി പറയുന്നത്, എനിക്കെന്താ, ഞാനെന്താ, എനിക്ക് വല്ല നീ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ഐശ്വര്യ റായ് എന്നല്ലേ പണ്ടേ പറയുന്നത്. പുതിയ നടിമാരൊക്കെ എത്ര ഉണ്ടെങ്കിലും നമ്മുടെ 90s 80s കിഡ്സ് ഒക്കെ നമ്മൾ ഐശ്വര്യ റായ് തന്നെ നമുക്ക് വലുതെന്ന് പറയും. ഐശ്വര്യ റായ് ഇപ്പൊ പ്രായ എന്നാലും പറയും എനിക്കെന്താ വല്ല ഐശ്വര്യ റായിനെ കിട്ടും. ഷാരൂഖ് അല്ലെങ്കിൽ മമ്മൂട്ടിയാണോന്ന് ചോദിക്കും, മമ്മൂട്ടിക്ക് പ്രായമായി. പക്ഷെ എന്നാലും പുതിയ ആൾക്കാർ ചോദിക്കൂല, നമ്മൾ ശീലിച്ചു പോയി. എന്നാലും പറയാം എനിക്കെന്താ വല്ല ഐശ്വര്യ റായിനെ കിട്ടും. അപ്പൊ ഇങ്ങനെ ഇടാനുള്ള അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇങ്ങനെ ഇട്ടാ പെണ്ണ് ഞാൻ കമന്റോടെ കൊടുക്കാം, അവരോട് ഞാൻ ചോദിക്കുക, നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിലോ? നിങ്ങളെ കുടുംബത്തിലുള്ള നിങ്ങളുടെ ഭർത്താവിന്റെ ഫാമിലിയിലുള്ള ഒരാള് നിങ്ങളോട് വന്നിട്ട് ഇങ്ങനെ പറയുന്നു, ഓ ഈ ഫാത്തിമേനെക്കാട്ടി നല്ല പെണ്ണിനെ നമ്മളെ സൽമാന ആരാന്ന് വെച്ചാല് നമ്മളെ ചെക്കന് കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തോരം വിഷമം നിങ്ങൾക്ക് ഉണ്ടാവും. ആ ഒരു വിഷമം തന്നെ ഞങ്ങളും മനുഷ്യന്മാരാണ്, ഞങ്ങൾക്കും ഉണ്ടാവും വേദനകളും. ക്യാമറയുടെ മുമ്പിൽ നമ്മൾ ചിരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഓരോ കമന്റും ഫീലിങ്സ് ആവുന്നതുണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളൊരു സ്ത്രീയല്ലേ, ആണുങ്ങൾ എന്തെങ്കിലും കമന്റ് ഇട്ടോട്ടെ, നിങ്ങൾ ഫാത്തിമ എന്ന് പേരുള്ള ഒരു സ്ത്രീയല്ലേ, നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു കമന്റ് ഇടുമ്പം ഒരു പെണ്ണായ എനിക്ക് എന്തോരം വിഷമം ഉണ്ടാവും. എന്റെ ഭർത്താവിന് എന്നെ ചേരൂലാന്ന് നിങ്ങളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ കമന്റ് ഇടുമ്പോൾ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. അതിന്റെ 2-3 ദിവസം എനിക്ക് അതിന്റെ നല്ല വിഷമം ഉണ്ടായിരുന്നു. ഞാൻ ഓപ്പനോട് സൈൻറ്റേജിനോടെല്ലാം വിളിച്ച് പറയുകയും ചെയ്തിരുന്നു, ഈ ഒരു കമന്റ് എനിക്ക് വല്ലാണ്ട് വിഷമമായിരുന്നു.
ഇവരെ ഇപ്പൊ കല്യാണം കഴിച്ചു വരുന്നത് ഞാനൊരു റിയാലിറ്റി ഷോയിലേക്ക് പങ്കെടുക്കാനെന്നല്ല എന്നെ ഇവര് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. പാട്ട് പാടുന്നത് നോക്കി തെരഞ്ഞെടുക്കാനും ഡാൻസ് കളിക്കുന്നത് നോക്കി തെരഞ്ഞെടുക്കാനല്ല. സാധാരണ ഒരു കുടുംബത്തിലേക്കാണ് ഞാനും കല്യാണം കഴിഞ്ഞു പോയത്. അവിടെ നിന്ന് ഞങ്ങള് വീഡിയോസ് ചെയ്ത് ഞങ്ങള് ഇപ്പൊ നിങ്ങളെല്ലാവരും അറിയുന്നു. അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് പറയാനുള്ള നീ വിഷമിക്കണ്ടാവുന്നു കേട്ടു. പിന്നെ എനിക്ക് പറയാനുള്ള സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ല വിഷമല്ലോ ചില കാര്യങ്ങളില്ലേ, നമ്മളെ കാര്യങ്ങളില്ലേ നമ്മൾ തന്നെ പറയണം. ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഇല്ലേ, നമ്മളെ കാര്യങ്ങൾ നമ്മൾ പറയാണ്ട് മറ്റുള്ളവരറിയില്ല. നമ്മളേറ്റവും നല്ല വക്കീല് ചില സമയങ്ങളിൽ നമ്മൾ തന്നെയാണ്. കാരണം നമുക്ക് വേണ്ടി വാദിക്കാൻ ചിലപ്പോൾ നമ്മളെ ഉണ്ടാവുള്ളൂ. നമ്മളൊരു സത്യം എപ്പോഴെങ്കിലും മനസ്സിലാക്കും ആൾക്കാർ, ഞങ്ങൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. എന്താണോ നമ്മളെ സത്യം അത് നമ്മള് സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ച് പറയണം. നമ്മളെ സത്യം തെളിയിക്കേണ്ടതും നമ്മളെ കാര്യങ്ങൾ പറയേണ്ടതും നമ്മളെ ഉത്തരവാദിത്തമാണ്. ചിലപ്പോ ഞാനിങ്ങനെയാണ് അതെന്റെ സത്യം എപ്പോഴെങ്കിലും തെളിയുന്ന പറഞ്ഞാൽ ചിലപ്പോ ഒരു കാലം ഞാൻ മരിച്ചു പോയാലും ആ സത്യം തെളിയൂല. ആൾക്കാരുടെ മുന്നിൽ ഞാൻ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ പറയണം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാന്ന് പറഞ്ഞത്. വേറെ ഒന്നുമല്ല, ഇപ്പൊ നമ്മള് ഇവളെന്താ കയറി വന്നത് യേശുദാസിന്റെ കുടുംബത്തിലേക്ക് വെച്ചാൽ ഞാൻ എന്റെ അച്ഛൻ യേശുദാസ്, ഞാൻ വിജയ് യേശുദാസ്, മറ്റേ എന്താ സിംഗർ ഐഡിയ സ്റ്റാർ സിംഗർ. അല്ലെങ്കിൽ ഇത് അതൊന്നുമല്ല സംഭവം. നമ്മളൊക്കെ വെറുതെ ഇങ്ങനെ ചെറിയ നാടൻ പാട്ടിലൊക്കെ പാടും. ആര് അച്ഛൻ ചെറിയ നാടൻ ഡാൻസ് കളിക്കും, ഓണക്കളിപ്പാട്ട് പാടും, ഞാൻ പാടും, സന്ധ്യയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാടും. എന്ന് വെച്ചാൽ ഞങ്ങളാരും പ്രൊഫഷണൽ സിംഗേഴ്സ് ഒന്നും അല്ല. അപ്പൊ ഇവള് ചിലപ്പോ അത് എല്ലാരും ഇപ്പൊ നിങ്ങളുടെ കുടുംബത്തില് എല്ലാവരും കഴിവുള്ളവരാണോ? കല്യാണം കഴിച്ചു വരുമ്പോ പെണ്ണ് എനിക്ക് ആ കഴിവ്, ഇപ്പൊ നിങ്ങൾ ഡാൻസ് കളിക്കുന്നവരാണെങ്കിൽ ഡാൻസ് കളിക്കുന്ന പെണ്ണിന് തന്നെ കല്യാണം കഴിക്കണം എന്ന് ആരും പറയൂലല്ലോ. ഒരു കുടുംബത്തില് ചിലപ്പോ ഒരാൾക്ക് ഒരു കഴിവുണ്ടാവും, ചിലപ്പോ ഒരാൾക്ക് വേറെ കഴിവുണ്ടാവും. ഇനി കഴിവൊന്നും ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവർക്കൊക്കെ ജീവിക്കണ്ടേ? മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ എന്റെ വീട്ടില് എന്റെ അമ്മ ഡാൻസും കളിക്കൂല, പാട്ടും പാടൂല. എന്ന് വെച്ചാൽ അച്ഛൻ ചിലപ്പോ അത്യാവശ്യം ഡാൻസ് കളിക്കും, പാട്ടും പാടും. എന്ന് വെച്ചാൽ അച്ഛന് കഴിവില്ലാത്ത അമ്മയാണെന്ന് പറഞ്ഞ് പറയണം. എന്റെ അച്ഛൻ നന്നായി പാട്ട് പാടുന്ന ഒരാളാണ്. ഒരുപാട് വേദികളിൽ പാടി ഒരുപാട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ആളാണ്. ഞങ്ങൾക്ക് 2 മക്കൾക്കും ആ കഴിവില്ല. ഇവള് ഇപ്പൊ അഭിനയിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോയില്. ഒന്നില്ലെങ്കിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞത് പോട്ടെ, ഒന്നും വേണ്ട പോട്ടെ. എന്നിരുന്നാലും നമ്മളെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നില്ലേ? അപ്പൊ അതൊരു കഴിവല്ലേ? അതല്ല പറയുന്നേ. ഇപ്പൊ എത്ര ആൾക്കാർ നിഗിന് ഇഷ്ടപ്പെടുന്നുണ്ട്. എത്ര ചെറിയ ചെറിയ പിള്ളേർ എന്നോട് വന്ന് നമ്പർ തരുമോ? ഇന്നും ഇവള് നമ്മൾ റോട്ടിൽ പോകുമ്പോ ഇല്ലേ, ഇന്നും എല്ലാരും വന്നിട്ടുണ്ടല്ലോ. ചെറിയ കുട്ടികളടക്കം നിഗി എന്നും പറഞ്ഞാൽ വിളിക്കുക, നിഗി ചേച്ചി എന്ന് വിളിക്കലേ ഇല്ല, നിഗി എന്ന് പറഞ്ഞാൽ വിളിക്കുക. കാരണം എന്താ പറയുക, ഞാൻ ഈ നിഗി നിഗി എന്ന് പറയുന്നതുകൊണ്ട് എല്ലാരും അങ്ങനെ വിളിക്കുക. എന്നെ കുറെ പേര് ഓപ്പയെന്നാ വിളിക്കുക. അപ്പൊ അതൊക്കെ നമുക്ക് സന്തോഷമാണ്. നമ്മളെ സ്നേഹിക്കുന്ന ഇതിനിടയ്ക്ക് ഞാൻ പറയാം, വീണ്ടും വീണ്ടും പറയണം, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് നമ്മുടെ വീഡിയോ ലക്ഷക്കണക്കിന് ആൾക്കാർ, ഫേസ്ബുക്കിലൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ബാക്കിയുള്ളവർക്കൊക്കെ സ്നേഹം. ഞങ്ങളൊരു പരിപാടിക്ക് പോയാലും ഉണ്ടല്ലോ, ഓടി വന്നിട്ട് നമ്മളെ കെട്ടിപ്പിടിച്ച് സ്വന്തം ആൾക്കാരെ പോലെ റോട്ടിൽ കൂടെ നടന്നു പോകണം കഴിഞ്ഞാലുണ്ടല്ലോ, ഓടി വന്ന് നികേച്ചി എന്താണ് ഓപ്പേ കൈതാ തന്നിട്ട് കെട്ടിപ്പിടിക്കുന്ന നമ്മുടെ സ്വന്തം പെങ്ങാമാരെ പോലെ നമ്മ കാണുന്ന നമ്മുടെ അമ്മമാരെ പോലെ കാണുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവരാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ബലം. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, ഈ രമ്യനെ പോലെയും നേരത്തെ ഇട്ട ഫാത്തിമനെ പോലെയുള്ള നിങ്ങളൊക്കെ ഉണ്ടല്ലോ, കണ്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ കാണണ്ട നമ്മുടെ വീട്ടിൽ. പക്ഷെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന കുശുമ്പും വെച്ചിട്ട് പക്ഷേങ്കില് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവിടെ നിങ്ങളൊന്നും തകർക്കാന്ന് വിചാരിച്ച തകരുന്നതല്ല ഇത്. അതെന്തായാലും നിഗിന്റെ കാര്യത്തിൽ നടന്നു. ഇത് അഹങ്കാരം കൊണ്ട് പറഞ്ഞതല്ല. ഇത് കണ്ടിട്ട് അഹങ്കാരം ഇവനൊക്കെ നിക്കിക്കല അഹങ്കാരം കൂടിപ്പോയി. സത്യമായിട്ട് ഇത് അഹങ്കാരം കൂടിപ്പോയതല്ല. ചില കമന്റ് കാണുമ്പോലെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. എഴുതാൻ വേണ്ടിട്ടില്ലേ ഇങ്ങനെ നോക്കും. പിന്നെ വിചാരിക്കും എന്താണ് ഇവക്കെല്ലാം കമന്റ് കൊടുക്കേണ്ടത്. ഇത് നിഗിനെ അപ്പൊ തന്നെ നിഗിനെ വിളിക്കും, എടി എന്താടി ഇതിങ്ങനെ കമന്റ് ഇങ്ങനെ എന്താ പറയണ്ടത് വിപിനേച്ചി? ഒരിക്കൽ കൂടി പറയുന്നത്, സനിത വിപിന എന്ന് പറയുന്നത് നിഗിനെ സംബന്ധിച്ചിടത്തോളം ഇവക്ക് രണ്ടാളും ഒരുപോലെ. എനിക്ക് അതുപോലെ തന്നെയാണ്. എനിക്കിപ്പൊ അവള് ഇവര് എന്റെ അച്ഛനമ്മ, ഇവിടെ നിഗിയുടെ അച്ഛനമ്മ, ഇപ്പൊ ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരുപോലെയാണ്. ഞങ്ങൾ ഒരുമിച്ച് യാത്രകൾ ചെയ്യും. ചിലപ്പോ അവര് കുറച്ച് ദിവസം ഞങ്ങൾ വന്ന് ഇവര് വരും, ചിലപ്പോ അവര് വരും. ഞങ്ങൾ ഇങ്ങനെയാണ് പോണത്. ഈ കുടുംബം ഇങ്ങനെ തന്നെ എന്നും നിലനിൽക്കണം എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കാറുള്ളൂ. അതെ, ആർക്കും ദൈവസഹായിച്ച അസുഖങ്ങൾ ആയിരിക്കും വരുത്തിയേക്കല്ലേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാം. അല്ലാണ്ട് ഞങ്ങള് ഒരുപാട് ഭംഗി വേണമെന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കാറില്ല. അല്ലെങ്കിൽ അതിനായിട്ട് ബ്യൂട്ടി പാർലർ കയറി ഇറങ്ങാറില്ല. കുറെ ആൾക്കാർ നമ്മുടെ ഒരു വീഡിയോയിൽ എവിടെയെങ്കിലും പോകുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ട് ചിലപ്പോ നല്ല ഡ്രസ് ഇടും, നല്ല രീതിയിലൊന്നും ഒരുങ്ങും എന്ന് വിചാരിച്ച് ഞങ്ങൾ 24 മണിക്കൂറും ബ്യൂട്ടി പാർലറിൽ പോയി നടക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ പുട്ടി അടിക്കുന്ന ആൾക്കാരോ അല്ല. ഒരു ലിപ്സ്റ്റിക് പുട്ടി
എന്ത് കുട്ടിയാ ഇടുന്നത്? ഫെയർ ലവ്ലി നിങ്ങൾ ആരും ഇടാറില്ല, അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ ആരും ഇടാറില്ല. ഇപ്പൊ എല്ലാവരും ഇടുന്നതാണ് ലിപ്സ്റ്റിക്ക്. അത് നമ്മളും ചിലപ്പോ ഒരുപാട് നല്ലവര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നീ ഇങ്ങനെയൊന്നും നടക്കല്ലേ, നിങ്ങൾ അറിയുന്ന എല്ലാവരും അറിയുന്ന ആൾക്കാരില്ലേ, നിങ്ങൾ ഒരു ഫംഗ്ഷൻ എല്ലാം പോകുമ്പോ നല്ല വൃത്തിക്ക് പോണം, അത്യാവശ്യം ഒന്ന് മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് പോണം. ഞങ്ങളെ പോലെ സത്യം പറഞ്ഞ വേറെ ഒരു യൂട്യൂബേഴ്സും പോകുന്നുണ്ടാവില്ല പോകുന്ന പോലെ. കാരണം നമ്മളൊരു ഡ്രസ്സ് ഒരു സ്ഥലത്ത് പോകുമ്പോ എടുക്കാറില്ല, പുതിയതായിട്ട് ഒരു ബ്യൂട്ടി പാർലറിൽ പോവാറില്ല. ഇവള് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇട്ട് ഒരു ലിപ്സ്റ്റിക് ഇട്ട് ഇവിടെ ഇറങ്ങും. അതിന് തന്നെ ഞാൻ ഇറങ്ങുന്നില്ല എന്ന് ചോദിച്ചിട്ട് അതിനെ ഞാൻ തിരക്കാക്കും. ഞാനാണെങ്കിൽ അതും ഇല്ല, അങ്ങനെ തന്നെ ഏതാണ് ഇട്ട ആ ഡ്രസ്സ് ഇതുപോലെയൊക്കെ നമ്മ പോണത്. നമ്മളൊരു ഫംഗ്ഷൻ വരുമ്പം കോസ്റ്റ്യൂം ഡിസൈനേഴ്സിനെ പോയി കണ്ടിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് ഇടാറില്ല. നമുക്ക് ചെലപ്പോ അത് കയ്യില് ഉള്ള ഡ്രസ്സ് ഏതാണോ ഉള്ളത് ചിലപ്പോ അതിടും, അല്ലെങ്കിൽ ചിലപ്പോ ഏച്ചിമാരതോ അനിയത്തിമാരതോ വാങ്ങിയിടും, ഇല്ലെങ്കിൽ കൊളാബ് എന്ന ഡ്രസ്സ് ഇടും, ഇല്ലെങ്കിൽ ചിലപ്പോ അപ്പൊ പറയും എടി അതൊന്നും ഇടണ്ട, കൊറേ ഇട്ടതല്ലേ നമുക്കൊരു ഡ്രസ്സ് എടുക്കാം. അങ്ങനെ അത്യാവശ്യം പോയിട്ട് ഡ്രസ്സ് എടുത്ത് അതിടും. പിന്നെ ഒരു അത്യാവശ്യം എവിടെയെങ്കിലും പോകുമ്പോ ഒരു മെനക്ക് പോകണ്ടേ, അറിയുന്ന ആൾക്കാരല്ലേ, അല്ലെങ്കിലും നിങ്ങളെല്ലാവരും അറിയാത്ത ആൾക്കാരായാലും എല്ലാവരും എവിടെ പോകുമ്പോഴും വൃത്തിക്കല്ലേ, വൃത്തിയും മനത്തിനും പോകണ്ടേ നമ്മള്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചിലപ്പോ മുഖത്ത് ചിലപ്പോ ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഒരു സൺസ്ക്രീം അല്ലെങ്കിൽ ഒരു ഫെയർ ലവ്ലി എന്തെങ്കിലും ഇട്ട് ചുണ്ടത്ത് ചിലപ്പോ അത്യാവശ്യം കുറച്ച് ലിപ്സ്റ്റിക് ഇടും. പിന്നെ ഇപ്പോഴത്തെ ക്യാമറേന്റെ എല്ലാം നല്ല എഫക്റ്റ് ഉള്ള ക്യാമറകളാണ്, ചിലപ്പോ നമ്മള് കളർ ഉണ്ടാവും, അല്ലാണ്ട് നമ്മള് പുട്ടിയടിച്ചിട്ട് വരുന്നവരൊന്നല്ല. അപ്പൊ കുറച്ച് കാര്യം ഇനി പറയാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് പറയണമെന്ന് വിചാരിച്ച്. രമ്യ എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ നല്ലത് പറഞ്ഞോണ്ട് ഇവളെ മാത്രം മോശം പറഞ്ഞിട്ടോണ്ട് ഞങ്ങൾക്ക് ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും. അപ്പൊ എന്തുകൊണ്ട് എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഇവളോടുള്ള വെറുപ്പുകൊണ്ട് എല്ലാ ദിവസവും വീഡിയോ കാണണം. പിന്നെ ഇതിലെക്കാട്ടും നല്ല പെണ്ണിനെ കിട്ടുന്ന പറഞ്ഞ ഫാത്തിമയോട് എനിക്ക് പറയാനുള്ളത്, ഫാത്തിമ ചിലപ്പോ നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെ ചിന്തിക്കാതിരിക്കട്ടെ എന്നും കൂടി നിങ്ങൾ ഒന്ന് നമ്മൾ പ്രാർത്ഥിച്ചോ. നമുക്കിപ്പൊ ഈ ഉള്ള കയ്യും കാലും വെച്ച് നല്ല രീതിയിൽ നടക്കാൻ പറ്റുന്നുണ്ടല്ലോ, നല്ല രീതിയിൽ നമ്മളെ വായ കൊണ്ട് അത് ഭാഗ്യമായിട്ട് കരുതുക. അപ്പൊ എന്തായാലും നമ്മളെ സ്നേഹിക്കുന്നവരോട് പറയുന്നത്, ഞങ്ങൾ ഇങ്ങനെ കുടുംബമായിട്ട് എന്നും മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടം നമുക്കറിയാം. അതെന്നും മുന്നോട്ട് പോകും. ഷൂട്ടിന് പോകുമ്പോ അച്ഛനും അമ്മേനെയും കൂട്ടാണ്ട് പോയത് നന്നായി. ഷൂട്ടിന് പോകുമ്പോ അച്ഛനും അമ്മേനും കൂട്ടാത്തത് നമുക്ക് എന്ത് ചെയ്യാം? അല്ല നന്നായി എന്നല്ല, അച്ഛനും അമ്മേനെയും കൂട്ടാണ്ട് പോയത് ശരിയായില്ല. ഷൂട്ടിന്റെ കാര്യം പറഞ്ഞ ഞങ്ങളിപ്പോ സിനിമ ഫീൽഡിൽ പണ്ടേ ഉള്ളവരല്ല, എന്നാലും പറയാം ഇപ്പൊ ഈ പോയ 2 സിനിമകൾ കണ്ടിടത്തോളം ഒന്നിനും സമയം കിട്ടാത്തൊരു ഫീൽഡാ സിനിമ ഫീൽഡ്. കാരണം ഞങ്ങൾ അങ്ങോട്ട് ചെന്ന ഷൂട്ട് തുടങ്ങി ചിലപ്പോൾ വെളുപ്പിന് 3 മണിക്കായിരിക്കും എണീക്കുക. അത് എപ്പോഴാ തീരണേ? ചിലപ്പോൾ ഇവിടുന്ന് ഒരു ലൊക്കേഷൻ വരെ അടുത്ത സ്ഥലത്തോട്ട് സമയത്തിന് കൃത്യസമയത്ത് ഭക്ഷണം പോലും ഇല്ല. അങ്ങനത്തെ ഒരു ഫീൽഡ്. ആ സ്ഥലത്ത് ഞങ്ങൾ അച്ഛനും അമ്മനെ കൊണ്ടുപോയിട്ട് എന്തിനാ അവരെ കഷ്ടപ്പെടുത്തുന്നത്? ഞങ്ങളല്ലാണ്ട് ടൂർ പോകുമ്പോഴും എറണാകുളം പോകുമ്പോഴൊക്കെ അവരെ കൂട്ടി പോകുന്നുണ്ട്. ഈ ഷൂട്ടിന് പോകുമ്പോൾ അവരെ കൂട്ടി പോകുന്നത് എങ്ങനെ പോവാ? അത് നിങ്ങളൊന്ന് ആലോചിച്ച് അവരെങ്ങനെ വരിക? അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഒരു റൂമാ തരിക അവര് സിനിമ ഫീൽഡിൽ നിന്ന് പോകുമ്പോൾ. ആ ഒരു റൂമിൽ ചിലപ്പോൾ ഒരു കട്ടിലുണ്ട്, ഞങ്ങൾ തന്നെ 4 ആളെ അതിനകത്ത് ഒരുമിച്ച് കിടക്കാറ്. അപ്പൊ ഹോട്ടലിൽ നല്ല റൂം, അല്ലാണ്ട് വേറെ എക്സ്ട്രാ റൂം കിട്ടൂല. അപ്പൊ നമ്മൾ എന്തിനാ അങ്ങനെ പോകുമ്പോ അവരെ കൂടി കൂട്ടി പോയിട്ട് എന്തിനാണത്? അത് നമ്മള് പോകേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ ഒരുമിച്ച് പോകും, അല്ലാത്ത സ്ഥലങ്ങളിൽ പോകൂല. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് കമന്റുകളൊക്കെ ഉണ്ട്. പ്രതികരിക്കാൻ പോയാൽ ഇപ്പൊ തന്നെ സമയം 1 മണിക്കൂറായെന്ന് തോന്നുന്നു. എന്നാലും ഞാൻ പറഞ്ഞല്ല, സ്നേഹിക്കുന്നവരോട് ഇപ്പോഴും പറയാനുള്ളത്, നമ്മളെ സ്നേഹിക്കുന്നവരോട് പറയാനുള്ളത്, എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും ഞങ്ങൾ ഇതുപോലെ കുടുംബമായിട്ട് മുന്നോട്ട് പോകും, ഇതുപോലെ വീഡിയോസിലൊക്കെ ചെയ്യും. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീഡിയോക്ക് കമന്റുകള് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾക്ക് എന്താണോ നമ്മളെ വീഡിയോയിൽ തോന്നുന്ന പോരായ്മകളും കമന്റുകളൊന്നും പറയുന്നില്ല. ഇങ്ങനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ അതും അങ്ങനെയുള്ളവരോട് മാത്രമാണ് പറഞ്ഞത്. അപ്പൊ അല്ലാത്ത എല്ലാവരോടും സ്നേഹം മാത്രം. അങ്ങനെയല്ല സജീഷ്, അപ്പൊ ചിലവർക്ക് ഒരാൾ ഇഷ്ടം ഉണ്ടാവും. അതെ, ഇപ്പൊ നമ്മളെ മൂന്നാളിൽ തന്നെ ചിലപ്പോ നിഗിന് ഇഷ്ടമുള്ളവരുണ്ടാവും, സനിതാനുണ്ടാവും. അത് സന്തോഷം തന്നെ അനുഭവിക്കുന്നുണ്ട്. നമ്മളിപ്പോ പുറത്തെല്ലാം ഇറങ്ങുമ്പോൾ ഒരുപാട് ഇക്കമാരും അതുപോലെ ഇക്കമാരെല്ലാം ചില ഇക്കമാരിലുണ്ടാവും കൈ വന്നിട്ട് സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ നമുക്ക് നല്ല സ്നേഹം. കാര്യം പറഞ്ഞാല് അവള് വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. അവള് ഞങ്ങളോടൊപ്പം ചെയ്യണം, അല്ലെങ്കിൽ അതുപോലെ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും അവളെ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന അതിനകത്ത് അത് അവൾക്കറിയാം, അത് ഞങ്ങളാണ്. അപ്പൊ ഈ അവൾക്ക് ഞാൻ ഇതുപോലെ ഒരു അവളുടെ ഒരു ചേട്ടനായിട്ട് ഞാൻ ഉണ്ടായത് കൊണ്ടാണ് അവൾ ഇന്നും അതുപോലെ വീഡിയോ ചെയ്ത് പോകുന്നത്. അപ്പൊ അതുപോലെ എന്തായിക്കോട്ടെ, അപ്പൊ അത് ഇനിയും അവള് വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആൾക്കാർ ഞങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അവളുടെ വീഡിയോയിൽ ഞങ്ങൾ കമന്റ് വരും എന്താ പറയാ, സനിതനെ മാത്രം വളർത്തുന്നു, സജീഷ് ഏട്ടൻ വിവിനെ വളർത്തുന്നില്ല.
ഇതാ ഞാനിപ്പോ എവിടെയെങ്കിലും ഒരു 2 ലക്ഷം ആൾക്കാരോളം വായനക്കാരുമായിട്ടെല്ലാം പോകുന്നുണ്ടെങ്കിൽ അത് സജി ഷോപ്പന്റെ ഇത് തന്നെയാണ്. കഴിവുള്ളവർ ഉയർന്നു വരും എപ്പോഴായാലും. അതിപ്പോ ഇവൾക്ക് എഴുതാനൊരു കഴിവുണ്ടെങ്കിൽ ഇന്ന് നമ്മളതിനൊരു കാരണക്കാരനായാലും പോലും നാളെ അത് ഉയർന്നു വരും. അവള് ഉയർന്നു വരും. ഓരോരുത്തർക്ക് ഒരു കഴിവുണ്ടെങ്കിൽ എപ്പോഴായാലും അത് ഉയർന്നു വരും. അതുണ്ടാവട്ടെ. അപ്പൊ അതുപോലെ സന്ധ്യയും നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കാണുക. എല്ലാവരും ഇപ്പോഴും സന്ധ്യ വീഡിയോസ് ചാനലായി കാണാത്തവരുണ്ടെങ്കിൽ സനീസ് വ്ലോഗ് പോയി കാണുക. അതിനകത്തും വീഡിയോസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതേ ഞങ്ങൾക്ക് പറയാനുള്ളു. അല്ലാതെ കുശുമ്പും കുന്നായ്മയായിട്ട് നടക്കുന്നവർ അങ്ങനെ നടന്നു. അത് അവർക്കുള്ള മറുപടിയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഈ കമന്റുകൾ ഇട്ടിട്ട് ഞങ്ങളെ തെറ്റിക്കാൻ നടക്കൂല. പൂർവാധിക ശക്തിയോടെ സനിതന്റെ വ്ളോഗിൽ നമ്മളുണ്ടാവും, ഇവരുടെ വ്ളോഗിൽ നമ്മളുണ്ടാവും. അങ്ങനെ നമ്മൾ അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ വിഷമായിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കുന്നു. അല്ല, നമ്മളെ വീഡിയോ കാണുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വിഷമാവുന്നില്ല. അതല്ല പറയാ. ആർക്കെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ ഇനി രമ്യക്കൊന്നും ഹേർട്ടായ കുഴപ്പമില്ല. ഹേർട്ടാവട്ടെ. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഞങ്ങൾ അറിയാതെ പറഞ്ഞാൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം തന്ന സപ്പോർട്ടിന് സ്നേഹത്തിന് എല്ലാം ഇനിയും ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ കമന്റിനകത്തിരുന്ന കമന്റുകളൊക്കെ ഞങ്ങൾ വായിക്കും. ആരൊക്കെ ഉണ്ട് ഞങ്ങളോടൊപ്പം അറിയാനായിട്ട്. അപ്പൊ എന്തായാലും ഓക്കെ, ടാറ്റ, ബൈ ബൈ.